വചനം 23. വാക്കർത്ഥം. വഖദിംന, നാം ചെല്ലുന്നതാണ്, മുന്നിടുന്നതാണ്. ഇലാ മാ അമിലു, അവർ പ്രവർത്തിച്ചിട്ടുള്ളതിലേക്ക്. മിൻ അമലിൻ, കർമ്മമായിട്ട് വല്ല പ്രവർത്തനവും. ഫജഅൽനാഹു, എന്നിട്ട് നാം അതിനെ ആക്കുന്നതാണ്. ഹബാഅൻ, ധൂളി, പൊടിപടലം. മൻസൂറ, വിതറപ്പെട്ട, ചിതറിയ. وَقَدِمْنَا إِلَى مَا عَمِلُوا مِنْ عَمَلٍ فَجَعَلْنَاهُ هَبَاءً مَنْثُورًا. അവർ അഥവാ അവിശ്വാസികൾ കർമ്മമായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുള്ളതിൻ്റെ നേരെ ചെന്ന് അതിനെ നാം ചിതറിയ ധൂളി പോലെയാക്കി തീർക്കുകയും ചെയ്യുന്നതാണ്. വചനം 24. വാക്കർത്ഥം. അസ്ഹാബുൽ ജന്നതി, സ്വർഗക്കാർ, സ്വർഗത്തിൻ്റെ ആളുകൾ. യൗമ ഇദിൻ, അന്ന്. ഖൈറുൻ, ഉത്തമമാണ്, നല്ലവരായിരിക്കും. മുസ്തഖറൻ, ഭവനം, താവളം, വാസസ്ഥലം. വ അഹ്സനു, കൂടുതൽ മെച്ചപ്പെട്ടവരും ഭംഗിയുള്ളവരും. മഖീലൻ, വിശ്രമസ്ഥലം. അസ്ഹാബുൽ ജന്നതി യൗമഇദിൻ ഖൈറും മുസ്തഖറൻ വഅഹ്സനു മഖീലാ. സ്വർഗവാസികൾ അന്നേ ദിവസം ഭവനം നല്ലവരും വിശ്രമസ്ഥലം കൂടുതൽ മെച്ചപ്പെട്ടവരുമായിരിക്കും. 23, 24 വചനങ്ങളുടെ വിശദീകരണം. ദാനധർമ്മങ്ങൾ, കുടുംബബന്ധം പാലിക്കൽ മുതലായ വല്ല സൽക്കർമ്മങ്ങളും അവർ അഥവാ അവിശ്വാസികൾ ഇഹത്തിൽ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവുകയില്ല. അഥവാ പരലോകത്തിൽ അതുകൊണ്ടവർക്ക് ഒരു നന്മയും സിദ്ധിക്കുകയില്ല എന്നത്രേ അല്ലാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കാതെയുള്ള സൽക്കർമ്മങ്ങൾക്ക് ഇഹലോകത്തിൽ വെച്ച് ലഭിച്ചേക്കുന്ന ഗുണങ്ങളല്ലാതെ പരലോകത്ത് അല്ലാഹുവിൻ്റെ അടുക്കൽ അതിന് തീരെ പരിഗണന നൽകപ്പെടുകയില്ലെന്ന വസ്തുത ഖുർആൻ പലയിടത്തും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്.